ഒരു കോൾ ഉണ്ട്. അശ്വതി വൈക്കത്ത് നിന്ന്. അശ്വതി സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഹലോ. എന്റെ മോള് ഇടയ്ക്ക് അവൾക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്, ഒത്തിരി ടെൻഷനാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ പഴയ നമുക്ക് കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ കിടക്കണ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്ത് വീണ്ടും ടെൻഷൻ ആവുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ടുണ്ട്. ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ ഓർക്കുന്ന കാര്യങ്ങള് ആലോചിച്ച് പുള്ളിക്കാരത്തെ ഡെസ്പായിട്ട് ഭയങ്കര നിരാശയായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. എല്ലാം വന്ന് എന്നോട് പറഞ്ഞാലേ പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എപ്പോഴും പുള്ളിക്കാരത്തേക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. പുള്ളിയുടെ സ്വഭാവവും രീതികളും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു മോശം പുള്ളിയുടെ മനസ്സിലേക്ക് വന്നാൽ അത് എന്നോട് വന്ന് പറഞ്ഞിട്ട്, അമ്മ ഞാൻ അങ്ങനെ ചിന്തിച്ച്, അത് വല്ല കുഴപ്പമുണ്ടോ, അത് എന്റെ പ്രായത്തിൻ്റെതാണോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്നൊക്കെ എങ്ങനെയുള്ള. അത് എന്താ ഡോക്ടർ, അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത് അശ്വതി, നമ്മള് ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കൂടെ ഒരു സൈക്യാട്രിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക അഥവാ രോഗനിർണയം നടത്തുകയോ അതിന്റെ ഇന്റർവ്യൂ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു പരസ്യമായ പ്ലാറ്റ്ഫോമിൽ വെച്ച് ചെയ്യുന്നത് എത്തിക്സിന് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരം പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും അശ്വതി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് അശ്വതി ഇവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധന്റെ, ഒരു സൈക്യാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. മറ്റു രോഗലക്ഷണങ്ങൾ ഒരു വിദഗ്ധനായിട്ടുള്ള സൈക്യാട്രിസ്റ്റ് കൃത്യമായി ഒരു ഇന്റർവ്യൂ നടത്തി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തി നിർണയിക്കേണ്ടവയാണ്. അത് നമുക്ക് പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ചർച്ച ചെയ്യുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട്. എങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്: തീർച്ചയായും ഒരു മനോരോഗ വിദഗ്ധനെ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം അതിലുണ്ട്. ശരി, വളരെയധികം നന്ദി അശ്വതി വിളിച്ചതിന്. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്. സുനിൽ കുമാർ, ആലപ്പുഴയിൽ നിന്ന്. സുനിൽ കുമാർ, ചോദിച്ചോളൂ. സാറേ, എനിക്ക് മുമ്പേ ചോദിച്ചാലേ ചോദ്യം എനിക്കുള്ളത്. സുനിൽ കുമാർ ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായില്ല. മുമ്പ് ചോദിച്ചാലേ ചോദ്യം. അമിത ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് താങ്കൾ ചോദിക്കുന്നത്. അമിത ഉത്കണ്ഠയുടെ പ്രശ്നമാണോ താങ്കൾക്കുള്ളത് എന്നെനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അതിന് വിശദമായ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തണം. എങ്കിലും അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ വന്നുകൊണ്ട് ഞാൻ സാമാന്യമായി പറയാം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ അമിത ഉത്കണ്ഠ രോഗം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 25% ആളുകൾക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട് എന്നാണ്. ഏറ്റവും കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന 2 പ്രശ്നങ്ങളാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷനും അമിത ഉത്കണ്ഠ രോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ നിരവധിയായിട്ടുള്ള രോഗാവസ്ഥകളുണ്ട്. പാനിക് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്നിവയെല്ലാം അവയിൽ ചിലതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പാൽപിറ്റേഷൻ അഥവാ അമിതമായ നെഞ്ചിടിപ്പ്, കൈകാലുകൾ വിറയ്ക്കുക, പെട്ടെന്ന് തല ചുറ്റി വീഴുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവുക, ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡൂം, അതായത് ഇപ്പൊ നമ്മൾ മരണത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഫേസ് ചെയ്യാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാവുക, കൈകാലുകൾക്കുള്ള തരിപ്പ്, ശ്വാസ തടസ്സം പെട്ടെന്ന് അനുഭവപ്പെടുക, വയറിനുള്ള ഒരു അസ്വസ്ഥത, വായിലെ വെള്ളം വറ്റിപ്പോവുക, കൈകാലുകൾക്കുണ്ടാകുന്ന വിറയൽ, അതുപോലെ അമിത വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി അമിത ഉത്കണ്ഠ രോഗങ്ങൾ പുറത്തു വരാറുണ്ട്. പലർക്കും ഈ അമിത ഉത്കണ്ഠയുടെ ഭാഗമായി ഉറക്കക്കുറവ്, അതുപോലെ തീരുമാനമെടുക്കാനുള്ള ശേഷിയിൽ വരുന്ന പ്രശ്നങ്ങൾ, പെർഫോമൻസ് ആങ്സൈറ്റി, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കി
വർഗീകരിച്ച് ഉചിതമായ ചികിത്സ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അമിത ഉത്കണ്ഠ രോഗങ്ങൾക്ക് പ്രധാനമായും നൽകി വരുന്ന മരുന്ന് SSRI വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. സെലക്റ്റീവ് സെറാട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. വിഷാദ വിരുദ്ധ ഔഷധങ്ങളും അമിത ഉത്കണ്ഠയെ തടയാനുള്ള ഔഷധങ്ങളുമാണിവ. ഈ ഔഷധങ്ങളുടെ കൃത്യമായ ഉപയോഗവും ഒരു മനോരോഗ വിദഗ്ധന്റെ കൃത്യമായ നിർദ്ദേശവും രോഗനിർണയവും അമിത ഉത്കണ്ഠ രോഗങ്ങൾക്കും വിഷാദ രോഗത്തിനും ആവശ്യമാണ്. താങ്കളുടെ പ്രശ്നത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കൂടി ചോദിച്ചറിയുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിലും സാമാന്യമായി ഇതിന്റെ ചികിത്സകൾ ഇവയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്.